Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് കെണിയിൽ പെടാണ്ടിരിക്കാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പ്രശ്ന ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തോന്നണില്ല. നീറ്റായിട്ടുള്ള ഡോറ് പെയിൻറ്റിങ്ങൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റാലിക് ഗ്രീൻ ടൈപ്പ് കളർ അതൊക്കെ അടിച്ച് വണ്ടി ഇതേ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രശ്നങ്ങളോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ ഇഷ്യൂ എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു വണ്ടി വന്നു, ഈ ഒരു വണ്ടി നമ്മൾ ടൈപ്പ് 4 കൺവേർഷന് വേണ്ടി വന്നാണ് ഒരു വണ്ടിയാണ്. വണ്ടിയുടെ നമ്പറോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, ആരുടെ വണ്ടിയെന്നൊന്നും പറയണില്ല, കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഈ ഒരു വണ്ടി നമ്മൾ ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, അതുപോലെ തന്നെ ബോണസ് സെറ്റും കാര്യങ്ങളെല്ലാം അയച്ചു. ഇന്നറിലുള്ള ഡോർ പേഡുകളും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഡോറ് ഈ ഒരു രീതിയിൽ ഫിനിഷിംഗ് ആയിരുന്നു. ഈ ഒരു ഏരിയയും നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം. കോട്ടൺ വേസ്റ്റ് ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ട് ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തിട്ട് പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഞങ്ങളിതിങ്ങനെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി ഈ ഒരു രീതിയിൽ ബോഡിയിൽ തട്ടിയിട്ടുണ്ടല്ലോ, ഫുള്ളായിട്ട് തന്നെ ആ പെയിൻറ്റും കാര്യങ്ങൾ അടർന്നു പോവുകയും അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് ഇതേപോലെയുള്ള കോട്ടൺ വേസ്റ്റിൻ്റെ പീസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിവിടെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പാച്ച് വർക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് തിരികെ വെച്ചു. അതിനുശേഷം ബോഡി ഫില്ലർ അപ്ലൈ ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ പെയിൻറ്റിങ് ചെയ്ത് വെച്ചു. അപ്പോൾ കസ്റ്റമർ നോക്കുമ്പോൾ എന്താ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഔട്ടറിലുള്ള ഇന്നറിലുള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അഴിച്ചാലാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളും ഇപ്പം ഞങ്ങൾ തന്നെ ഈ ഒരു വണ്ടി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവന്നപ്പോൾ നമ്മളും ഈ ഒരു ഡോറുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊന്നും കസ്റ്റമർ കൊടുത്തില്ല. അത് വേറെ ഒന്നല്ല, നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഡോറ് കുഴപ്പമില്ല. പക്ഷേ ഇത് ഡോർ പാഡ് റിമൂവ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു വണ്ടിയുടെ 4 ഡോറും അതേപോലെ തന്നെ ബാക്കിൽ ഡിക്കും റീപ്ലേസ് ചെയ്യണം. ഏകദേശം 10-32 രൂപയുടെ അടുത്ത് കസ്റ്റമർക്ക് ചിലവ്. നമ്മളെ ഈ ഡോറിൻ്റെ അടിവശം നോക്കണമെങ്കിലും ഞങ്ങൾ ഓൾറെഡി ഇത് തട്ടി കളഞ്ഞു. കണ്ടോ, കണ്ട ഈ ഒരു അവസ്ഥയിലാണ് ഈ ഡോറിൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. 4 ഡോറ് നമ്മൾക്ക് റീപ്ലേസ് ചെയ്യണതാണ് ലോങ് ടൈം യൂസിന് നല്ലത്. അതല്ല ബാക്കിലെ ഡോറ് പാച്ച് ചെയ്തിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുക. പക്ഷേ ബെറ്റർ ആയിരിക്കും എപ്പോഴും റീപ്ലേസ് ചെയ്യുക. അതായത് സെക്കൻഡ് ഹാൻഡ് ഡോറ്, ഇങ്ങനെ നോർമൽ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഡോറുകൾ ഷോറൂമിൽ നിന്നൊക്കെ നമ്മൾക്ക് കിട്ടാനുണ്ടാവും. ഇന്നർ സൈഡ് നോക്കി, ഈ ഒരു റെസ്റ്റ് കണ്ടപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയത്. അതായത് ഡോർ പാഡ് അഴിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഇതൊരു ഇവിടേക്ക് ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു. തട്ടി നോക്കിയപ്പോഴാണ് ശരിക്കും അടക്കുമാരി പുറത്തേക്ക് പോകുന്നു. അത് ചെയ്ത രീതി, നമ്മളൊരു പീസ് വെൽഡിങ് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കണമെങ്കിൽ പിന്നെ ലോങ് ടൈം നിൽക്കും. കംപ്ലയിൻ്റ് ആർക്ക് സംഭവിക്കാം. ഇപ്പം ഞാനൊരു ഗാരേജ് നടത്തുന്ന ആളാണ്. നമ്മളുടെ വർക്കിൽ ഇപ്പോൾ 100% ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതേപോലെ നമ്മൾ കോട്ടൺ വേസ്റ്റൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ പുട്ടിയൊക്കെ ഇടാന്ന് പറയുമ്പോൾ അത് അത്ര നല്ല ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ വാങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല. സെക്കൻഡ് ഹാൻഡ് വാഹനം അത്ര ഇഷ്ടപ്പെട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത്ര നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഒരു വാഹനം വാങ്ങണത്. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും അവന് ഇതേപോലുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലുതാണ്. നമ്മളും ഇതേപോലുള്ള ഇപ്പോൾ ഇവിടെ പാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, റീപ്ലേസ് ചെയ്യാനായിട്ട് കസ്റ്റമറെ പൈസ ഇല്ലെങ്കിൽ നമ്മൾ അതിനൊരു പീസ് വെൽഡിങ് ചെയ്തിട്ട് വയ്ക്കും. ഒരു പീസ് വെൽഡ് ചെയ്തിട്ട് ഇവിടം വരെയുള്ള പീസ് വെൽഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുട്ടിയിട്ട് പെയിൻറ്റിങ് ചെയ്യും. അത് ലോങ് ടൈം നിന്നില്ലെങ്കിലും എങ്ങനെ വേണം നിൽക്കും. പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് നാളായി നാഡോഗ്രേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ചോദിച്ചിരുന്നു, നാഡോഗ്രേ ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഒരു ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി അടിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് 10-12 വണ്ടിയോളം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നാഡോഗ്രയൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾക്കൊരു നാഡോഗ്രേ ഇവിടെ ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് വണ്ടി. ഇപ്പോൾ ഈ ഒരു വണ്ടി ഗ്രേ കളർ വണ്ടിയായിരുന്നു. 2012 മോഡൽ ടൈപ്പ് 3 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് മാറ്റ്, ബ്ലാക്ക് ഗ്ലോസി, മെറൂൺ ആ ഒരു കോമ്പിനേഷനിൽ ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഫിനിഷിംഗ് അല്ലേ, റൂഫൊക്കെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പുറമേ നിന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് വാഹനങ്ങളിലൊക്കെ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് പുറമേ നിന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഇന്നർ സൈഡിലേക്ക് നല്ല രീതിയിൽ വരാം.
BM ബെൻസ് മാതിരിയുള്ള വാഹനങ്ങളിലൊക്കെ അതൊക്കെ കുറവായിരിക്കും. അതിനുള്ള മെയിൻ കാരണങ്ങളാണ് ഇതേപോലുള്ള ഡാമ്പിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലുള്ള ഡാമ്പിങ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇരിക്കുന്ന ഇപ്പോൾ ഇന്നോവ ആയാലും ക്രിസ്റ്റ ആയാലും അതേപോലെ തന്നെ എർട്ടിഗ ആയാലും അങ്ങനെയുള്ള വാഹനങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള നോയ്സും കുറവായിരിക്കും, ഡോറിൻ്റെ വൈബ്രേഷൻ കുറവായിരിക്കും, അതേപോലെ കേൾക്കുന്ന സൗണ്ട് ഇപ്പോൾ നമ്മളെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യിക്കുമ്പോൾ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ തീരെ കുറവായിരിക്കും. 2mm ഡാമ്പിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്നർ സൈഡിൽ ഫുള്ളായിട്ട് തന്നെ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോഡി ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഈ ഡോറും കാര്യങ്ങളൊക്കെ ഇത്തിരി വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ പ്രസ്സിങ് ചെയ്യുമ്പോൾ ഉണ്ടോ ശരിക്കും ഇന്നോവ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നറിലേക്ക് പോണ ഒരു ഇതിലേക്ക് ആയിരിക്കും കേട്ടോ ഈ നോയ്സ് കേൾക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമ്പിങ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഡാമ്പിങ് ഫുള്ളായിട്ട് ഏകദേശം ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നോയ്സ് ഈ ഒരു രീതിയാണ്. ഇനി നമുക്ക് ഡാമ്പിങ് ചെയ്യാത്ത വണ്ടിയുടെ അടുത്തുനിന്ന് പോയിട്ട് വരാം. പടാ ഓക്കെ അല്ലേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഡാമ്പിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ വണ്ടിയുടെ നോയ്സ് ഈ വണ്ടിയുടെ നോയ്സും വ്യത്യാസം കാണിച്ചു തരാം. അതായത് തിക്നെസ് കുറവ്, അതായത് ഇന്നറിൽ നമ്മളൊരു ഡാമ്പിങ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി തിക്നെസ് എന്തായാലും കൂടും. അതായത് ഇത്തിരി ഹെവി തിക്നെസ് വരും. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള നോയ്സ് അപ്പുറത്തേക്ക് കേട്ടില്ല, വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഡാമ്പിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാണ്. നമുക്ക് ആ വണ്ടിയുടെ വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ റൂഫിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം തീർത്തിട്ടുണ്ട്. റൂഫ് ഒട്ടിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് മെറൂൺ പിയാനോ ബ്ലാക്ക് കോമ്പിനേഷനിൽ നമുക്ക് ബാക്കി വർക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ചുകൂടി ബാക്കിയുണ്ട്. ബൂത്തിൻ്റെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ മാറ്റ് ഫിനിഷിങ്ങിലൊക്കെയാണ് നമ്മൾ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സീറ്റിൻ്റെ ഒരു കളറ് ഞാൻ ഇവിടെ നൈസായിട്ട് കാണിച്ചു തരാം. താനല്ലത് ഈ ഒരു മെറൂൺ ഫിനിഷിങ്ങിലാണ് നമ്മളുടെ ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇതിൻ്റെ ഇപ്പോൾ മാറ്റ് ഫിനിഷിങ്ങിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അലോയ് വീലിങ് കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്ക് അല്ലേ, പിയാനോ ബ്ലാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ള വാഹനങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു വാഗണറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, റണ്ണിങ് ബോർഡും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു കസ്റ്റമർ ഈ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ ഇതിന് ചെറിയ കംപ്ലയിൻറ്റ്, അതേപോലെ മേജർ ഇഷ്യൂ അല്ല, ചെറിയൊരു കംപ്ലയിൻറ്റ് കണ്ടു. ആ കംപ്ലയിൻറ്റ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു കോർണറിൽ പ്ലാറ്റ്ഫോം കംപ്ലയിൻറ്റ് വന്നു. തുരുമ്പ് മേജറായിട്ടുണ്ട്, ഈ ഭാഗത്തൊന്നുമില്ല, ഈ ഒരു രീതിയിൽ വന്നു. അപ്പോൾ അത് നമ്മളിതേ കട്ട് ചെയ്തിട്ട് അതിന് വേണ്ടെന്നുള്ള ഷീറ്റ് നമ്മളിതിവിടെ ഷേപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവും കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ വരാം, പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ അത് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് കസ്റ്റമേഴ്സ് അത് ചെക്ക് ചെയ്യണ കാരണമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കസ്റ്റമറെ കണ്ണിൽ പെട്ടത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. വൈറ്റ് ഇന്നോവയുടെ ഡോറുകൾ ഇപ്പോൾ ഈ ഒരു ഡോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ വർക്ക് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു, അടിവശങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പാച്ച് ചെയ്തതിന് ശേഷം സിലിക്കോൺ ഇട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു ഏരിയ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അതിന് നമ്മൾ വലിച്ച് ക്ലിയർ ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ കാണിക്കുന്നില്ല, കാരണം ചെറിയ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് അത് ഇഷ്ടമായി. സ്കോർപ്പിയോ ഫുൾ വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഗാരേജിൽ വന്നാണ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ ഒരു അവസ്ഥയൊക്കെയാണ്. ഇതിപ്പോൾ ബോഡിയുടെ അവസ്ഥ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിത് ഫുൾ അയച്ചെടുത്തിട്ട് വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ഏകദേശം ഒരു 3 month 4 month വർക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ലോഡ് അനുസരിച്ച് അങ്ങനെയുള്ള വ്യത്യാസങ്ങളും വരാം കേട്ടോ. നല്ല വർക്കുള്ള വണ്ടിയാണ്. പാച്ച് ഉണ്ട്, പാച്ച് ഒരുപാടുണ്ട്. റസ്റ്റ്
ഇഷ്യൂസ് ഒരുപാടുണ്ട്. മഹീന്ദ്രയുടെ വണ്ടികൾക്ക് ഉള്ള ഒരു കംപ്ലൈൻ്റാണ് റെസ്റ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാമെന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ പാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ് കേട്ടോ.